ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ നൈറ്റി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള നൈറ്റി ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുകയാണ്. നിവർത്തി എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഒരു പീസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിനെ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കണം. പിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ബാക്ക് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാം. എന്നിട്ട് സൈഡൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഒരു സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കാലിഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ തുണി വെച്ച് കൊടുക്കുമ്പോൾ നൈറ്റിയുടെ നല്ല വശത്തേക്ക് ഈ ബ്ലാക്ക് പീസിൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് ഏത് ഡിസൈനാണോ ചെയ്തിരിക്കുന്നത് ആ ഡിസൈൻ പോലെ തന്നെ വരണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ ഒന്ന് കട്ടിങ് കൊടുക്കുക. ഈ റൗണ്ട് ആയിട്ടുള്ള സൈഡൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ ആദ്യം ഞാനിപ്പോൾ അരയിഞ്ച് മടക്കി കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു അരയിഞ്ച് മടക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആ ഒരു കറക്റ്റ് ഷേപ്പിലാണ് ഞാനിപ്പോൾ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സിബിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഇതുപോലെ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മടക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ സിബ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒരു സൈഡിൽ 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സിബും നല്ല തുണിയും തമ്മിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വേണം കേട്ടോ. ആ രീതിയിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ
സ്റ്റിച്ച് ചെയ്ത് സിബിൻ്റെ സെൻറ്ററിൽ വേണം സ്റ്റിച്ച് അവസാനിപ്പിക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഇവിടെ സൂചി കൊണ്ടുവന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ തുണി ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ വലിയ സിബ്ബാണ് എടുത്തത്, എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാനുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ നൈറ്റിയുടെ സിബ്ബ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ 1/4 ഇഞ്ച് ഇങ്ങനെ ഉൾവശത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്കിവിടെ തുണി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ സിബ്ബ് നമ്മൾ ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ഉള്ള സിബ്ബ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ, 1 ഇഞ്ച് വിട്ടതിന് ശേഷം. ഇനി നമുക്ക് ഇതുപോലെ സിബ്ബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് എടുത്തത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പീസിനെ ഇതുപോലെ ആദ്യം ഒന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ ഉൾവശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. നൈറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് വേണ്ട വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കണം. ഇതുപോലെ ലോക്ക് ഇട്ടിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ എക്സ്ട്രാ തുണി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ അടുത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസിനെ നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സൂചി കുത്തി നിർത്തുക, ലോക്കിട്ട് കൊടുക്കുക. എന്നിട്ട് ആ നൂല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ലോക്കിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ താഴത്തെ സൈഡ് സൂചി ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്തും സൂചി ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. 1 ഇഞ്ച് ആവോളം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്നും സൂചി കുത്തി എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ലോക്കിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സിബ്ബ് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെയാണ് സിബ്ബ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ ചെറിയ സിബ്ബാണ് ഉണ്ടാവുക, ചിലപ്പോൾ വലിയ സിബ്ബ് ഉണ്ടാവും. എത്ര വലിപ്പമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സൈഡൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ ടോട്ടൽ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തത്. മറ്റേ സൈഡിലെ സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് നൈറ്റിയുടെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് നൈറ്റിയുടെ താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 1/2 ഇഞ്ച് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് റൗണ്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം.
അപ്പോൾ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പം തയ്ക്കാൻ പറ്റിയ ഒരു നൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.